നമ്മളെല്ലാവരും വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നവരാണ് അല്ലേ. നമ്മുടെ എന്താ പറയുക ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യങ്ങളും വിഷമങ്ങളും എല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നത് വാട്സപ്പ് സ്റ്റാറ്റസിലൂടെയാണ്. ഒട്ടുമിക്ക ആൾക്കാർ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊന്നും ഇല്ലാത്തവരൊക്കെ നോർമലി എല്ലാവർക്കും ഉള്ളതാണ് വാട്സപ്പ്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും വാട്സപ്പിലാണ് ഷെയർ ചെയ്യുന്നത് സ്റ്റാറ്റസ് ഇട്ടിട്ട്. അപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ നമുക്ക് ചെറിയ രീതിയിൽ ഒരു ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ. പൊതുവേ ഹൗസ് വൈഫ് ആയിട്ടുള്ള ആൾക്കാരും പിന്നെ എന്താ പറയുക പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാനിത് ചെയ്യാൻ ഒരു 1-2 വർഷമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ, അങ്ങനെ ഒരുപാട് ഹ്യൂജ് എമൗണ്ട് ഒന്നും അല്ല, ചെറിയ രീതിയിൽ ഏർണിങ്സ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. നല്ല എന്താ പറയുക ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ആപ്പ് ഏർണിങ്സ് കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചെറിയ ഡൗട്ട് ഉണ്ടാവും. പക്ഷേ ഇത് അങ്ങനെയൊന്നും അല്ല. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഈ ഒരു ആപ്പ് പരിചയപ്പെടുന്നത്. ഞാൻ ഇതുപോലെ എന്താ പറയുക കുഞ്ഞുങ്ങളെയും കൊണ്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് ചെറിയ രീതിയിലെങ്കിലും ഒരു ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്കതൊരു സന്തോഷമുള്ള കാര്യമായതുകൊണ്ട് ഞാനിത് പറയാൻ കാര്യം, ഞാൻ ഇപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും പലർക്കും ഡൗട്ട് ഉണ്ടാവുമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ വരികയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. കൂടുതൽ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും കൂടി യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ നമുക്കതിനെക്കുറിച്ച് മനസ്സിലാവുള്ളൂ. താല്പര്യം ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട് സ്ക്രീൻ റെക്കോർഡായിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് കേട്ടോ വരിക നമുക്ക്. പിന്നെ ഞാനൊരു ആപ്ലിക്കേഷൻ ഓണാക്കി കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് താഴെ വ്യൂ ഓളിൽ താഴെ കാണിക്കാൻ പറ്റും. ന്യൂ ആഡ്സിൽ നമുക്കിപ്പോൾ ആഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് കാണാൻ പറ്റും. ഇത് എനിക്കിത് 25 രൂപ 49 പൈസയുടെ ഒരു ആഡ് വന്നിട്ടുണ്ട്. അതിൽ ഷെയർ ഓൺ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നേരെ നമുക്കിത് ഇങ്ങനെ ഒരു ഇത് വരും കേട്ടോ. ഈ ഒരു വെരിഫിക്കേഷൻ നമ്മളൊന്ന് ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഷെയർ ഓൺ സ്റ്റാറ്റസ് ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഇങ്ങനെ ചിലപ്പോൾ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസ് കൊണ്ട് അങ്ങനെ വരും. ഇതുപോലെ നമ്മൾ വാട്സപ്പിലേക്ക് നമ്മൾ നോർമലി എങ്ങനെയാണോ സ്റ്റാറ്റസ് ഇടുന്നത് അതുപോലെയാണ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് പിക്ചർ അടക്കമായിട്ട് ക്ലിയറായി വന്നതിന് ശേഷം മാത്രം സ്റ്റാറ്റസ് ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ അത് ഇൻവാലിഡ് ആയിട്ട് പോകും കേട്ടോ. അപ്പോൾ പിക്ചർ അടക്കം വന്നതിന് ശേഷം മാത്രം നമ്മൾ സ്റ്റാറ്റസ് ഇടാൻ നോക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ഒരു ആപ്പിലേക്ക് തന്നെ വരികയാണെങ്കിൽ 23 മണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. സ്ക്രീൻഷോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് താഴെയുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെ ഗാലറിയിലേക്ക് പോകും. നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ എത്ര ആൾക്കാരുണ്ടോ അപ്പോൾ അത്രയും പേര് നമുക്ക് അറിയാമല്ലോ. നമ്മുടെ സ്റ്റാറ്റസ് നോർമലി എത്ര ആൾക്കാർ വ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം വ്യൂസ് ആയതിന് ശേഷം നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ചിലപ്പോൾ നമ്മൾ മിസ്സായി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഒരു ഏകദേശം ഒരു 80 എബോ ആകുമ്പോഴത്തേക്ക് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള ആഡ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഏർണിങ്സ് കിട്ടിയതാണ് ഇത്. എൻ്റെ അക്കൗണ്ടിൽ അങ്ങനെ 100-നും താഴെയാണ് എനിക്ക് വ്യൂസ് ഉള്ളത്. അപ്പോൾ എനിക്ക് ആ ഒരു എമൗണ്ട് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നല്ല എമൗണ്ട് 100-നൊക്കെ വ്യൂസ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ നല്ല എമൗണ്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അതിൽ കൊടുത്തിരിക്കുന്ന എമൗണ്ട് തന്നെ കിട്ടാൻ സാധിക്കും. എനിക്ക് ഇത്ര വരെ ഒരു എമൗണ്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ താഴെ ഏർണിംഗ് സ്റ്റിൽ നൗവിൽ 730, അതുപോലെ ഇമ്പാക്റ്റ് സ്കോറിൽ 60 കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് ബാലൻസ് പറയുന്നത് 90 റുപ്പീസ് ഉണ്ട്. 100 ആയാൽ മാത്രമേ നമുക്ക് റെഡീം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. എൻ്റെ മൊത്തത്തിൽ ഞാൻ ഇത്ര വരെ ചെയ്തതിൻ്റെ ഒരു ഇതാണിത് കാണിക്കുന്നത് കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഒരു അനലിറ്റിക്സ് എല്ലാം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മളെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നമുക്ക്. ഇപ്പോൾ ഞാൻ ഇത്ര വരെ ഏർണിംഗ് ചെയ്തതാണ് കേട്ടോ. ഇത് ചെറിയൊരു എമൗണ്ട് ആയിട്ട് കിട്ടിയതാണ്. പക്ഷേ ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് വെറുതെ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടൊന്നും ചെയ്യാതെ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. പിന്നെ അതിൽ കൊടുത്ത റെഫർ ഏർണിങ്സിൽ 10 റുപ്പീസ് കാണുന്നുണ്ട്. നമ്മൾ ആർക്കെങ്കിലും റെഫർ ചെയ്താണെങ്കിൽ അവർ ആ ഒരു ലിങ്ക് വഴി കയറിയിട്ട് അവർ സൈൻ അപ്പ് ചെയ്തിട്ട് അവർ ഫസ്റ്റ് പേ ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഏർണിങ്സ് കിട്ടും, 10 രൂപ കിട്ടും കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ അതിന് ശേഷം എനിക്ക് വന്നതാണ് കേട്ടോ പോസ്റ്റ് ഇൻസ്റ്റാ റീൽ തൊട്ട് 100 റുപ്പീസിൻ്റെ വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഇൻസ്റ്റയിൽ ഇപ്പോൾ 500-ന് താഴെയാണ് ഉള്ളത് കേട്ടോ ഫോളോവേഴ്സ്. അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം കേട്ടോ. കാര്യം 500 ഫോളോവേഴ്സൊക്കെ മിനിമം ഉണ്ടായിരിക്കണമെന്നേ ഉള്ളൂ. അതിൽ കൂടുതലായി നമുക്ക് കൂടുതൽ ഏർണിങ്സും കിട്ടും. മാക്സിമം 100 രൂപയാണ് കേട്ടോ. 500 ഉള്ളവർക്ക് 100 രൂപ. അതിന് ശേഷം താഴെ നമ്മൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് ഇങ്ങനെ വന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. 500-ൽ താഴെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. 500-നും 1000-നും ഇടയ്ക്കാണെങ്കിൽ നമുക്ക് 100, 500 രൂപ, 200 രൂപ അങ്ങനെയൊക്കെ കിട്ടും കേട്ടോ. ഓരോ ഫോളോവേഴ്സിനനുസരിച്ച് നമുക്ക് കിട്ടും. അത് എല്ലാം കൂടി ഒന്ന് ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നും ഏർണിങ്സ് ഉണ്ടാകും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആ ലിങ്ക് വഴി തന്നെ കയറിയിട്ട് സൈൻ അപ്പ് ചെയ്യുക.